നമുക്ക് ദൈവം ഇന്ന് എന്നോട് ഇടപെട്ട ഒരു സങ്കീർത്തനമാണ് പാസ്റ്റർ എന്നോട് പറഞ്ഞപ്പം ദൈവം ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ദൈവം തന്നൊരു സങ്കീർത്തനമാണ് സങ്കീർത്തനം 63-ാം സങ്കീർത്തനം. നമ്മൾ നോക്കുമ്പോൾ ഈ സങ്കീർത്തനം എഴുതുന്നത് ദാവീദാണ്. ദാവീദ് തൻ്റെ ഒരു ഡിഫിക്കൾട്ട് ടൈമിൽ തന്നെ എഴുതിയ ഒരു സങ്കീർത്തനമാണ്. ഈ ഡിഫിക്കൾട്ട് ടൈം എന്ന് പറയുമ്പോൾ എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്വന്തം എന്ന് കരുതിയവർ നമുക്ക് എതിരാകുമ്പോൾ ബിക്കോസ് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ദാവീദ് പറയുകയാണ്, ദാവീദിൻ്റെ അനുഭവം അത് എന്തുവാണെന്ന് തലക്കെട്ടിൽ എഴുതിയിട്ടില്ല. ബട്ട് സ്റ്റിൽ വേദപണ്ഡിതന്മാരെല്ലാവരും മിക്കവരും അഭിപ്രായപ്പെടുന്നത് ഇത് അബ്ശാലോം ദാവീദിന് എതിരായി നിന്നപ്പോൾ ദാവീദ് പാടിയ ഒരു സങ്കീർത്തനമായിട്ടാണ്. അന്നേരം നമ്മൾ ആദ്യത്തെ വാക്യം മുതലേ നമ്മൾ വായിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാകാം ഹി ഈസ് പ്രൈസിങ് തൻ്റെ മകന് എതിരായിട്ട് ഹീ ഈസ് നോട്ട് ഡിസൈറിങ് എനിത്തിങ്. അവനങ്ങ് നശിച്ചു പോകട്ടെ, അവനങ്ങ് ഇല്ലാതാകട്ടെ. നോ, ഹീ ഈസ് നോട്ട് ഡൂയിങ് ഓൾ ദോസ് തിങ്സ്. ഇൻസ്റ്റെഡ് വാട്ട് ഹീ ഈസ് ഡൂയിങ്, അവൻ ദൈവത്തെ പ്രൈസ് ചെയ്യുകയാണ്. ഇതാണ് ഈ ഒരു സങ്കീർത്തനത്തിൻ്റെ ഒരു യുണീക്നെസ്. ആൻഡ് ഇവിടുത്തെ ലൊക്കേഷൻ നമ്മുടെ വേറെ ഒരു ക്യാച്ചി സംഭവമാണ്. ദാറ്റ് ഈസ് ഈ ലൊക്കേഷൻ വിൽഡർനെസ് ആണ്. ദാറ്റ് ഈസ് പിന്നെയും അവൻ വന്ന അതേ അനുഭവത്തിൽ നിന്ന് പിന്നെ തിരിച്ചങ്ങോട്ട് പോവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ when he was a shepherd, while he was a shepherd, we know that he was in the wilderness, he was all alone. പക്ഷേ ഇപ്പോൾ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞപ്പം ദാവീദ് എന്ത് ചെയ്യുന്നു? ദാവീദ് പിന്നെ ഓടിപ്പോവുക. എങ്ങോട്ട് ഓടിപ്പോവുകയാണ്? പിന്നെയും ആ വന്ന സ്ഥലത്തേക്ക് തന്നെ. കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാവീദിനൊരു കാര്യം മനസ്സിലായി. ദാവീദ് കൊട്ടാരത്തിലിരുന്നപ്പോൾ ദൈവത്തിൻ്റെ വലിയ കാര്യങ്ങൾ അവൻ്റെ കണ്ണുകൊണ്ട് കണ്ടു. പക്ഷേ ദൈവം എന്നറിഞ്ഞത് അവൻ വിൽഡർനെസ്സിലായിരുന്നു. ഇൻ ദ സെയിം വേ ചില സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഗ്രൂപ്പിൽ നിന്ന് നമ്മളൊന്ന് പുറമോട്ടൊന്ന് മാറി നിൽക്കുന്നതിൻ്റെ കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്നാണ് അങ്ങോട്ട് പോയത്. So this is what God expects. That is, നമ്മളെപ്പോഴും ഇങ്ങനെ ക്രൗഡഡായിട്ട് നിന്നിട്ട് നമ്മൾ നിൽക്കാനല്ല, നമ്മൾ ഒന്ന് പുറമോട്ടൊന്ന് മാറിയിട്ട് കർത്താവേ എന്തുവാണ്, what do you want to convey to me through this situation? This should be our prayer. ഞാൻ നമ്മുടെ വേഴ്സ് നമ്പർ 1 നമ്മൾ നോക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, ദൈവമേ നീ ദൈവമാകുന്നു. നമ്മുടെ ലിറ്ററൽ ട്രാൻസ്ലേഷൻ നോക്കുമ്പോൾ ആൻഡ് ഓൾസോ ഇൻ ഇംഗ്ലീഷ് നമ്മൾ നോക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ഒരു പദമുണ്ട്, ഗോഡ് യു ആർ മൈ ഗോഡ്. മൈ എന്നുള്ള സംഭവം നമ്മുടെ മലയാളത്തിൽ മിസ്സിങ് ആവുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ഒറിജിനൽ ട്രാൻസ്ലേഷനിൽ എൻ്റെ എന്നുള്ള സംഭവം അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ വെൻ ഇറ്റ് സേസ് ഓ ഗോഡ് യു ആർ മൈ ഗോഡ്, അവിടെ നമ്മൾ കാണുന്നത് ഇതൊരു നോർമൽ ഓപ്പണിങ് അല്ല, നോർമലായിട്ടുള്ള സങ്കീർത്തനം ഓപ്പൺ ആകുന്ന രീതിയിലല്ല, മറിച്ച് ഹി ഈസ് സെയിങ് ദാറ്റ് എൻ്റെ ദൈവമേ ഞാൻ എല്ലാം ഐ എം വെരി പൊസസീവ് അബൌട്ട് മൈ ഗോഡ്. Okay, I know that this God belongs to everybody in this room, but still ആ റിലേഷൻഷിപ്പിൻ്റെ ഒരു ഇൻറ്റൻസിറ്റിയാണ് പറയുന്നത്, കർത്താവേ അങ്ങ് എൻ്റെ ദൈവമാകുന്നു. സോ നമുക്ക് ഇന്ന് പകൽ സമയം എത്ര പേർക്ക് പറയാൻ സാധിക്കും, കർത്താവേ അങ്ങ് എൻ്റെ ദൈവമാണ്, അബ്രഹാമിൻ്റെ ദൈവമാണ്, ഇസ്ഹാക്കിൻ്റെ ദൈവം, യാക്കോബിൻ്റെ ദൈവം, ഇതെല്ലാം ശരിയാ. പക്ഷേ അവരുടെ ദൈവം ഇന്ന് എൻ്റെ ദൈവം. നമ്മുടെ എല്ലാ സിറ്റുവേഷനിലും നമുക്ക് ഉറച്ചു വിശ്വസിക്കാൻ പറ്റുന്നതാണ്, കർത്താവെ അങ്ങ് എൻ്റെ എല്ലാമാണ്. ആമേൻ. ഈ നമ്മളെപ്പോഴായാലും മനസ്സിലാക്കണം, ഈ ദൈവത്തെ അറിയുക. ഓക്കെ, സോ ദൈവത്തെ അറിയുക എന്ന് പറയുമ്പോൾ ഇറ്റ്സ് സംതിങ് വേ ഡിഫറെൻറ്റ് ദെൻ വാട്ട് വി തിങ്ക്. ബിക്കോസ് ദൈവത്തെ പറ്റി അറിയുക ആൻഡ് ദൈവത്തെ ആരെന്ന് നന്നായി മനസ്സിലാക്കുക, ഇത് രണ്ടും രണ്ട് തലത്തിലുള്ള കാര്യങ്ങളാണ്. ഈ ദൈവത്തെ ആരാ എന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു അനുഭവം വേണം. ദൈവത്തെ പറ്റി അറിയാൻ എല്ലാവർക്കും അറിയാം, ഗോഡ് is the creator of this world എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവർക്കും അറിയാം. പക്ഷേ ആ നെക്സ്റ്റ് ലെവലിലേക്ക് ഒന്ന് കയറണമെന്നുണ്ടല്ലോ, അനുഭവം വേണം. ഈ അനുഭവങ്ങളാണ് ഇന്ന് നമ്മെ ഇവിടം വരെ കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് എന്നോടൊപ്പം ചേർന്ന് നമ്മളെല്ലാവരും പറയുന്നത്, കർത്താവേ അങ്ങ് എൻ്റെ ദൈവമാകുന്നു. ഈ എൻ്റെ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഒരു പേഴ്സണൽ അറ്റാച്ച്മെൻറ്റ് വേണം. ഇപ്പം എൻ്റെ ഒരു കൂട്ടുകാരൻ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ
എന്തോ ഒരു എക്സ്ട്രാ മോർ ദാൻ എ നോർമൽ റിലേഷൻഷിപ്പ് അവിടെ നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നാഫ് അടുത്ത ആദ്യത്തെ വാക്യത്തിൻ്റെ അടുത്ത ഭാഗത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, എൻ്റെ പ്രാണൻ നിനക്കായി ദാഹിക്കുന്നു. അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഹി ഈസ് ഇൻ വിൽഡർനെസ്. വിൽഡർനെസ്സിൽ മാനുഷിക ദാഹമാണ് ഉയർന്നു നിൽക്കുന്നത്. പക്ഷേ അവിടെ പറയുക, എൻ്റെ ദാഹം ദൈവത്തിന് വേണ്ടിയാണ്. ചുറ്റിലും നമ്മൾ നോക്കുമ്പോൾ പല ആ സിറ്റുവേഷൻസ് അല്ല നമ്മളെ കൺട്രോൾ ചെയ്യേണ്ടത്, മറിച്ച് ഉള്ളിലെ കർത്താവിനോടുള്ള സ്നേഹം വേണം നമ്മളെ കൺട്രോൾ ചെയ്യേണ്ടത്. ആമേൻ. ഇവിടെ പറയുകയാണ്, മൈ സോൾ തേഴ്സ്റ്റ് ഫോർ യു. കർത്താവെ, ഞാൻ ദാഹിക്കുകയാണ്. ഐ വോണ്ട് മോർ ഓഫ് യു. അന്നേരം നമ്മളിവിടെ ഇത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വിഷയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇഫ് ഐ തിങ്ക് ദാറ്റ് ദൈവം ഇത്രയും മതി, ഈ ഒരു ലെവലിൽ മതി എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അത്രയും കിട്ടത്തുള്ളൂ. പക്ഷേ ഇതല്ല കർത്താവെ, ഈ ഒരു അനുഭവമല്ല. ഐ വോണ്ട് മോർ, അടുത്തൊരു ലെവലിലേക്ക്, അടുത്തൊരു തലത്തിലേക്കുള്ള റെവലേഷൻ കർത്താവെ എനിക്ക് തരണം എന്ന് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദൈവം അത് ചെയ്യും. ഇന്ന് പകൽ സമയം ഇവിടെ ആയിരിക്കുന്ന ഓരോ വ്യക്തികളോടും എനിക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, ദാറ്റ് ഈസ് നമ്മുടെ ആഗ്രഹം, നമ്മുടെ ആ ഒരു തേഴ്സ്റ്റ് എന്തിനു വേണ്ടി. ഡു വി റിയലി ഹാവ് ദാറ്റ് തേഴ്സ്റ്റ്? കർത്താവെ, ഇന്നലെ വരെ ഞാൻ അനുഭവിച്ച രീതിയിലല്ല, ഇന്ന് വേറൊരു അനുഭവം എനിക്ക് വേണം, ഇന്ന് വേറൊരു അനുഭവം. സോ ഇതുകൊണ്ടാണ് രാജാവായിരിക്കുന്ന ദാവീദ് താൻ പിന്നെയും വിൽഡർനെസ്സിലേക്ക് പോകും. നമുക്ക് ആ സ്റ്റോറി നമുക്ക് നന്നായി അറിയാം. അബ്ശാലോം വാസ് ഡിക്ലെയറിങ് ഹിംസെൽഫ് ആസ് ദ കിങ്. ദാവീദിന്റെ രാജ്യ പദവിക്കെതിരായിട്ട് വന്നൊരു പ്രശ്നമാണിത്. സോ വെൻ ഹി ഈസ് ഡിക്ലെയറിങ് ഹിംസെൽഫ് ആസ് കിങ്, ഡേവിഡ് ഡിഡ് നോട്ട് വേജ് എ വാർ. ദാവീദിനൊരു യുദ്ധം ചെയ്ത് തീർക്കാൻ പറ്റുന്നേ ഉള്ളൂ, ബട്ട് ഹി ഡിഡ് നോട്ട് വേജ് എ വാർ. ബട്ട് ഇൻസ്റ്റെഡ് ഹി സെഡ്, കർത്താവേ, മൈ സോൾ ലോങ്സ് ഫോർ യു. അവിടെ നോക്കണം, ആ ഒരു മാനസിക സ്ഥിതി മനസ്സിലാക്കണം. അവിടെ മകനെ പറ്റി, അവനെ എങ്ങനെ നശിപ്പിക്കാം, അവൻ ഇങ്ങനെ ചെയ്യുന്നു, പ്ലാനുകളല്ല ഇട്ടത് കേട്ടോ. അവിടെ പ്ലാനുകളൊന്നും ഇട്ടിട്ടില്ല. അവിടെ എന്തോ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, കർത്താവിലേക്ക് നോക്കി, കർത്താവേ, ഈ ഒരു സിറ്റുവേഷൻ എനിക്ക് തന്നു, ഫൈൻ, ബട്ട് സ്റ്റിൽ ഇതിൽ ഞാൻ അടുത്തൊരു ലെവൽ ഓഫ് ഗ്ലോറി കാണുവാൻ കർത്താവെ എന്നെ സഹായിക്കണമേ. ഇത് വേണം നമ്മുടെ പ്രാർത്ഥന. നമ്മുടെ ഏത് അനുഭവങ്ങൾ വന്നാലും ശരി, ഏത് പ്രശ്നങ്ങൾ വന്നാലും ശരി, നമ്മുടെ പ്രാർത്ഥന ഇതായിരിക്കട്ടെ, കർത്താവെ, ഈ സിറ്റുവേഷൻ എന്തുകൊണ്ട് വന്നെന്നല്ല, മറിച്ച് കർത്താവെ, ഇന്നെ ഇതിൽ അടുത്ത ലെവല് അങ്ങയുടെ റെവലേഷൻ കർത്താവെ പ്രാപിപ്പാൻ എൻ്റെ കണ്ണുകളെയും എൻ്റെ കാതുകളെയും തുറക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കണം. ആമേൻ. നമ്മൾ ഇച്ചിരി വേഗത്തിൽ പോവുകയാണ്. That is, when we see verse number 2 and verse number 3, നമ്മളവിടെ കാണാൻ സാധിക്കുന്നത് ഒരു 2 പദങ്ങളുണ്ട്. ഞാനത് വായിക്കുന്നില്ല. 2 പദങ്ങൾ. That is, ദാവീദിന്റെ ഒരു ആഗ്രഹമാണ്, I want to see your power and glory. I want to see your power and glory. And second one, അവിടെ പറയുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ verse number 4, your life is better than my life. Your life is better than my life. അവിടെ മലയാളത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, അങ്ങയുടെ ദയ ജീവനേക്കാൾ നല്ലതാകുന്നു. So he is putting God first. So how many of you want to live? The answer is everybody wants to live. Everybody wants to live. പക്ഷേ ഇവിടെ പറയുകയാണ്, അതിനെക്കാട്ടിലും സംതിങ് ബെറ്റർ. ആ ദൈവത്തിൻ്റെ ആ ഒരു പ്രസൻസിനെ പറ്റി ഇത് ആഴമായി അറിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ ബ്യൂട്ടി മനസ്സിലാകത്തുള്ളൂ. ബിക്കോസ് ഇതെല്ലാവർക്കും മനസ്സിലാകത്തില്ല. എല്ലാവരും ചിന്തിക്കും, വാട്ട് ഈസ് ഹി ടോക്കിംഗ് അബൌട്ട്? പക്ഷെ ഒന്ന് ആഴത്തിലൊന്ന് ഇറങ്ങി നോക്കണം. ആഴത്തിലോട്ട് ഇറങ്ങി നോക്കുമ്പോൾ നമുക്ക് ഈ ബ്യൂട്ടി നമുക്ക് എത്ര കിട്ടിയാലും നമുക്ക് മതിയാകില്ല. ഇതെല്ലാം അനുഭവിച്ചറിഞ്ഞവരാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് എനിക്കറിയാം. ബട്ട് സ്റ്റിൽ ഐ എം ജസ്റ്റ് എംഫസൈസിങ് ഓൺ ദിസ് ബിക്കോസ് ദിസ് ഇസ് ദ ഹൈ ടൈം വെയർ ഇൻ വി ഡിസയർ മോർ ഓഫ് ഗോഡ്. ഞാൻ താഴോട്ടുള്ള വാക്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ, എനിക്ക് സമയച്ചുരുക്കം കൊണ്ട് ഞാൻ വേഴ്സ് നമ്പർ 6 നമ്മൾ നോക്കുകയാണ്. അവിടെ വേഴ്സ് നമ്പർ 6 അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. മലയാളത്തിൽ വേഴ്സ് നമ്പർ 5, എൻ്റെ കിടക്കയിൽ അങ്ങേ ഓർക്കുകയും ഞാൻ രാത്രിയാമങ്ങളിൽ അങ്ങേ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ. ഒരു മനുഷ്യൻ രാത്രി കിടക്കുമ്പോൾ, എനിക്ക് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്നൊരു സംഭവമാണ്, നമ്മൾ ആ ദിവസം മൊത്തം ഒന്ന് ഫ്ലാഷ് ആകും. ഓക്കെ, രാവിലെ മുതൽ എന്തുവായിരുന്നു? ഓക്കെ, ഇന്ന് എന്നെ ബോദർ ചെയ്ത വിഷയം ഇതാണ്,
ഇന്ന് ഏറ്റവും ബെസ്റ്റ് മൊമെന്റ് ഇതായിരുന്നു. നമ്മളൊന്ന് റിവൈൻഡ് അടിക്കും. ഇവിടെ ദാവീദ് പറയുക, ഞാൻ കിടക്കുമ്പോൾ എന്തുവാ എൻ്റെ മനസ്സിൽ വരുന്നത്? ദൈവത്തെ പറ്റി. അത് വേറൊരു ബ്യൂട്ടിയാണ് കേട്ടോ, അത് വേറൊരു ബ്യൂട്ടിയാണ്. ബിക്കോസ് അവനവിടെ കിടന്നുറങ്ങുമ്പോൾ അബ്ശാലോം എതിരായിട്ട് പണിഞ്ഞുകൊണ്ടിരിക്കുക. അതല്ല അവനെ റൂള് ചെയ്തത്, മറിച്ച് ദൈവത്തിൻ്റെ പ്രസൻസ് അവൻ്റെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് പകൽ സമയം എൻ്റെ ദൈവമക്കളെ, ഇത് നിങ്ങളോടുള്ളൊരു ദൂത. രാത്രി കിടന്നുറങ്ങുമ്പോൾ ജീവിതത്തിൽ പല പ്രശ്നങ്ങളുണ്ട്, പക്ഷേ അതല്ല നമ്മളെ റൂള് ചെയ്യേണ്ടത്, മറിച്ച് കർത്താവ് നമ്മുടെ ഉള്ളിൽ റൂൾ ചെയ്യുമാറാകട്ടെ. എൻ്റെ സമയം തീർന്നുകൊണ്ട് നമ്മൾ അവസാനത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ വേഴ്സ് നമ്പർ 8, 9 and 10 ഈ 3 വാക്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ അവിടെ ചില ഡിക്ലറേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാവീദ് പറയുന്നുണ്ട്, ഐ നോ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ, ഇങ്ങനെ എനിക്കെതിരായിട്ട് എൻ്റെ മകൻ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് എനിക്കറിയാം. ബട്ട് സ്റ്റിൽ അവനായിട്ട് പറയുന്നില്ല, ഇങ്ങനെ സംഭവിക്കട്ടെ എന്ന് പറയുന്നില്ല. He's just saying that all this will happen. പിന്നെ അവസാനം വേഴ്സ് നമ്പർ 11 പറയുക, but the king will rejoice in God. സ്ഥാനം പോയതാ കേട്ടോ, വിശ്വാസത്തിലാണ് ഡിക്ലെയർ ചെയ്യുന്നത്. ചില സ്ഥാനങ്ങളൊക്കെ നമ്മൾക്ക് വിട്ടുപോയെന്ന് തോന്നുമ്പോൾ വിശ്വാസത്തെ അങ്ങ് ഡിക്ലെയർ ചെയ്യണം. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞ് നമ്മൾ ഡിക്ലെയർ ചെയ്യണം. ഇവിടെ തൻ്റെ സ്ഥാനം സ്റ്റേക്ക് നിൽക്കുമ്പോഴാണ് താൻ എന്ത് ചെയ്യുന്നു? ഡിക്ലെയർ ചെയ്യുന്നു, the king shall rejoice in God. എന്നാൽ ഇത്രയും പറഞ്ഞപ്പം ദൈവത്തിൻ്റെ ആ ഒരു റെസ്പോൺസ് എന്തോ നമ്മളൊന്ന് അറിയണമല്ലോ. നമുക്ക് സങ്കീർത്തനം 89 സങ്കീർത്തനം, ഞാനത് പറഞ്ഞ് ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ്. 89 സങ്കീർത്തനം വേഴ്സ് നമ്പർ 20. ദൈവത്തെ ആശ്രയിക്കുകയും ദൈവത്തെ ഇത്രയും പ്രയോറിറ്റൈസ് ചെയ്ത ദാവീദിനെ പറ്റി സ്വർഗം എന്തുവാണ് പറയുന്നത്? നമുക്ക് വായിക്കാം. അവിടെ എഴുതിയിരിക്കുന്നു, ഞാൻ എൻ്റെ ദാസനായ ദാവീദിനെ കണ്ടെത്തി, എൻ്റെ വിശുദ്ധ തൈലം കൊണ്ട് അവനെ അഭിഷേകം ചെയ്തു, എൻ്റെ കൈ അവനോട് കൂടെ സ്ഥിരമായിരിക്കും, എൻ്റെ ഭുജം അവനെ ബലപ്പെടുത്തും, ശത്രു അവനെ തോൽപ്പിക്കുകയില്ല, വഷളൻ അവനെ പീഡിപ്പിക്കുകയുമില്ല. ഞാൻ അവൻ്റെ വൈരികളെ അവൻ്റെ മുൻപിൽ തകർക്കും, അവനെ പകയ്ക്കുന്നവരെ ഞാൻ സംഹരിക്കും. എന്നാൽ എൻ്റെ വിശ്വസ്തതയും ദയയും അവനോട് കൂടെ ഇരിക്കും, എൻ്റെ നാമത്തിൽ അവൻ്റെ കൊമ്പ് ഞാൻ ഉയർത്തും. താഴോട്ട് വായിക്കണം കേട്ടോ. ഞാനിത് വായിച്ചപ്പോൾ ഞാൻ സത്യം പറഞ്ഞ പാസ്റ്ററിന്റെ വീട്ടിലായിരുന്നു, ബട്ട് സ്റ്റിൽ ഞാൻ ഭയങ്കര ഓവർജോയായിപ്പോയി. ബിക്കോസ് ഇത്രയും പെയിനിൽ കൂടെ പോകുമ്പോൾ കർത്താവിൻ്റെ സ്നേഹം കണ്ടില്ലേ? അവിടെ പറയുക, ഞാൻ അവൻ്റെ കൊമ്പ് ഉയർത്തും കേട്ടോ. ഇന്ന് പകൽ സമയം എൻ്റെ ദൈവമക്കളെ, ചിലയിടത്തൊക്കെ തല താണുപോയി എന്ന് തോന്നിയാലും ശരി, നമുക്കതല്ല മുഖ്യം, മറിച്ച് നമ്മുടെ കൊമ്പ് ഉയർത്തുന്ന ദൈവമാണ് നമുക്ക് മുഖ്യം. അവിടെ 20 വാക്യത്തിൽ പറയുന്നത് പോലെ എൻ്റെ ദാസനായ ദാവീദ് എന്ന് പറയുന്നിടത്ത് നമ്മുടെ പേരൊന്ന് റീപ്ലേസ് ചെയ്തൊന്ന് വായിച്ചേ, ഒന്ന് വായിച്ച് വീട്ടിൽ ചെന്നിട്ടൊന്ന് വായിച്ച് നോക്കണം കേട്ടോ. എൻ്റെ ദാസനായ സോഫിനോ, ഞാൻ അവനെ തിരഞ്ഞെടുത്തു, ആമേൻ, അഭിഷേകത്താൽ നിറച്ചു. അതുകൊണ്ട് ഇന്ന് ഈ സങ്കീർത്തനത്തിൽ ദൈവം നമ്മളെ അറിയിക്കുന്ന വിഷയം ഇതാണ്: പ്രതിസന്ധികളല്ല നമ്മളെ ഗവൺ ചെയ്യേണ്ടത്, മറിച്ച് ദാവീദിൻ്റെ ദൈവമായിരിക്കുന്ന ദൈവം നമ്മുടെ ഹൃദയങ്ങളെ റൂൾ ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു.